അമ്മയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തുകൊണ്ട് ഈ അപ്പുണ്ണി എന്ന് പറയുന്ന MT വാസുദേവൻ നായർ പറഞ്ഞു, നടക്കമ്മേ, നടക്കൂ, അമ്മയുടെ വീട് തുറക്കൂ ഈ 4 കെട്ട്. അമ്മാവന് തിന്നാനുള്ള മറ്റേ ഇറച്ചി പൊരിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ തന്നെ കോണിപ്പടികളിൽ കൂടെ പതുക്കെ പരിചാരകന്മാർ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കോണിമുറിയിൽ അമ്മയുടെ നെഞ്ചത്ത് കിടക്കുന്ന ഒരു കുട്ടിയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ റൊമാൻസ് എന്നോ നോവലെന്നോ വിശേഷിപ്പിക്കപ്പെട്ടു പോരുന്ന കൃതിയാണ് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്നാണ്. ചന്തുമേനോൻ്റെ രണ്ടാമത്തെ പുസ്തകം ശാരദ കാര്യമായ ചലനങ്ങളൊന്നും നോവൽ സാഹിത്യത്തിൽ ഉണ്ടായേക്കില്ല. ഇത് കഴിഞ്ഞാൽ ശാരദയോട് കൂടിയിട്ട് മലയാള നോവൽ സാഹിത്യത്തിലെ പ്രഥമ ഘട്ടം അവസാനിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടി നിന്നിരുന്ന നമ്മുടെ കഥാകൃത്തുക്കളൊക്കെ തന്നെ, ചെറുകഥാകൃത്തുക്കളൊക്കെ തന്നെ നോവൽ രംഗത്തേക്ക് വരുന്നതാണ്. അവരിൽ ഏറ്റവും പ്രമുഖനാണ് നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. 14 ഭാഷകൾ അറിയുന്ന ജേർണലിസ്റ്റായ കാന സുബ്രഹ്മണ്യം, എല്ലാ ഭാഷകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും നല്ല നോവലിസ്റ്റ് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ രചിച്ച വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഏറെക്കുറെ സുപരിചിതനായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ള വരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ചെമ്മീനാണ്. എല്ലാ പേരും സാധാരണ രൂപത്തിൽ വായിച്ചു കാണും. പക്ഷേ രണ്ടിടങ്ങഴിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് നിരൂപകന്മാരുണ്ട്. എങ്കിലും ഒരുപാട് വിദേശ ഭാഷകളിലേക്കടക്കം ഭാഷാന്തരം ചെയ്യപ്പെട്ട മലയാളത്തിലെ ഒരു കൃതി തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീനാണ്. കേശവദേവാണ് അടുത്ത വ്യക്തി, അല്ലെങ്കിൽ അടുത്ത സാഹിത്യകാരൻ പ്രസിദ്ധൻ. ജാതിവിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി കേശവപിള്ള എന്ന പേരിൽ നിന്ന് പിള്ള വെട്ടി കേശവദേവ് ആയതാണ് കേശവദേവ്. നടി, ഉലയ്ക്ക, ഭ്രാന്താലയം, ഓടയിൽ നിന്ന് തുടങ്ങിയ കൃതികൾക്ക് ശേഷം വളരെ വലിയൊരു നോവൽ അദ്ദേഹം എഴുതി, അയൽക്കാർ. കേശവദേവ് എൻ്റെ നിത്യകാമുകൻ എന്നാണ് കേശവദേവിൻ്റെ ഭാര്യ സീതാലക്ഷ്മി ദേവ് പുസ്തകം എഴുതിയത്. കേശവദേവിന് ശേഷം രംഗത്തെത്തുന്നതാണ് ശങ്കരൻകുട്ടി പൊറ്റക്കാട് അല്ലെങ്കിൽ SK പൊറ്റക്കാട്. വിഷകന്യക, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ തുടങ്ങിയ പുസ്തകങ്ങൾക്ക് പുറമെ ഒരുപക്ഷെ ലോകത്തിലെ 10ഓ 20ഓ സഞ്ചാര സാഹിത്യകാരന്മാരിൽ ഒരാൾ കൂടിയാണ് ശങ്കരൻകുട്ടി പൊറ്റക്കാട്. ചന്ദ്രകാന്തത്തിൽ താമസം, കോഴിക്കോട്, SK. അദ്ദേഹത്തിൻ്റെ വിഷകന്യക എന്ന് പറയുന്ന കൃതി കുടിയേറ്റക്കാരുടെ കഥയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വയനാട്ടിലേക്ക്, തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിപ്പാർത്തവരുടെ കഥ വിഷകന്യക. പിന്നീടാണ് ഒരു തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയും എഴുതുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട് ശങ്കരൻകുട്ടി പൊറ്റക്കാട്ടിന്. അടുത്ത ഒരു നോവലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ട ആളാണ് നമ്മുടെ K. സുരേന്ദ്രൻ. മായ, ജ്വാല തുടങ്ങിയ പ്രസിദ്ധങ്ങളായ കൃതികൾ, ഒപ്പം കാട്ടുകുരങ്ങ് എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് ചലനചിത്രമായ കൃതി കൂടി സുരേന്ദ്രൻ്റെയാണ്. സുരേന്ദ്രനെ പക്ഷെ പലരും വിമർശിക്കുന്നത് സുരേന്ദ്രൻ ഒരു നോവലിസ്റ്റ് എന്നതിനേക്കാൾ സുരേന്ദ്രൻ ശോഭിക്കേണ്ടിയിരുന്ന മണ്ഡലം ഒരു നിരൂപകൻ്റേതാണ്. എന്തുകൊണ്ട്? നോവൽ സ്വരൂപം എന്ന് പറഞ്ഞ് നോവലിനെക്കുറിച്ച് അദ്ദേഹം മഹത്തായ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. സുരേന്ദ്രന് ശേഷം ഒപ്പം നമ്മൾ മലയാറ്റൂർ രാമകൃഷ്ണൻ വരുന്നു, IAS കാരൻ.
അദ്ദേഹത്തിൻ്റെ യന്ത്രം, ദ്വന്ദ്വയുദ്ധം എന്നുള്ളതൊക്കെയാണ് പുതുതലമുറ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ക്ലാസിക് മാനം തേടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കൃതിയാണ് ആത്മകഥയോടൊപ്പമുള്ള ആത്മകഥ എന്ന് തോന്നിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേരുകൾ. അതുപോലെ പുതിയ തലമുറയിലേക്ക് മലയാറ്റൂർ രാമകൃഷ്ണനോടൊപ്പം വിലാസിനിയുണ്ട്. അത് മറ്റേ എം ടി വാസുദേവനൊക്കെ മുൻപാണ്. എങ്കിലും വിലാസിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിറമുള്ള നീളുകൾ, ചുണ്ടലി, പിന്നെ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ എഴുതിയ വ്യക്തിയാണ് മുണ്ടനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ അല്ലെങ്കിൽ വിലാസിനി. ഇനി ഒരുപക്ഷെ മലയാളത്തിലെ അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹം ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, വിസിറ്റിംഗ് പ്രൊഫസറാണ്. മറ്റേ യൂണിവേഴ്സിറ്റിയിൽ ഫിലിമിനെ കുറിച്ചുള്ള വിസിറ്റിംഗ് പ്രൊഫസർ ഡൽഹിയിലെ ഫിലിം കോർപ്പറേഷനിൽ. പിന്നെ സരളമായിട്ടുള്ള ലേഖനങ്ങളുടെ കർത്താവ് കൂടിയാണ് എം ടി വാസുദേവൻ. എല്ലാവർക്കും അറിയാവുന്ന പോലെ നിർമ്മാല്യം എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെ. പോട്ടെ, ഇതിനൊക്കെ പുറമെ ഗോപുരനടയിൽ എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു നാടകം അദ്ദേഹം എഴുതി. ആ നാടകത്തിന് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വാങ്ങിച്ചു. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മലയാളത്തിലെ വീണ്ടും വിശേഷണം കൊടുക്കട്ടെ അതുല്യ പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ. അയാളുടെ മുറപ്പെണ്ണ്, നഗരമേ നന്ദി തുടങ്ങിയ കൃതികളൊക്കെ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഇന്നും ആരും മറക്കില്ല. പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ചിലരെ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലല്ലോ. അതിലൊന്നാണ് ഏറ്റവും പ്രസിദ്ധമാണ് പഴയകാലത്തെ സരസ്വതി, പിൽക്കാലത്ത് വരുമ്പോൾ ലളിതാംബിക അന്തർജനം, അതിന് ശേഷം വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് ഖദീജ മുംതാസ് വരുന്നുണ്ട്, പിന്നെ സാറ ജോസഫ് വരുന്നുണ്ട്, സാറ തോമസ് വരുന്നുണ്ട്. അതിൽ സാറ ജോസഫും സാറ തോമസും ഖദീജ മുംതാസും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഏറ്റവും നന്നായിട്ട് മലയാളത്തിലെ വനിതകളുടെ കൂട്ടത്തിൽ നിന്നൊരു നോവലിസ്റ്റിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് KR മീര. അവരുടെ പ്രസിദ്ധമായ കൃതിയുണ്ടല്ലോ തൂക്കുമരത്തിൽ നിൽക്കുന്ന ആരാച്ചാർ. അത് വളരെ വലിയ ഒരു കൃതിയാണ്. ഒരുപാട് ഇതുകൾ നടത്തി. പുതിയ കാലഘട്ടത്തിൽ TD രാമകൃഷ്ണനും അതുപോലെ തന്നെ ബെന്യാമിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ നോവൽ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നെത്തിയ നമ്മുടെ അശോകൻ ചെരുവിൽ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അശോകൻ ചെരുവിലും ഇപ്പോൾ നോവൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കേരള സാഹിത്യത്തിന് മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് അശോകൻ ചെരുവിൽ. ഒപ്പമുണ്ടായിരുന്ന ഒരു TV കൊച്ചുഭാവി ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഒരുപാട് സമ്മാനങ്ങളൊക്കെ നീങ്ങിയാണ്. പക്ഷേ നന്നേ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ നമ്മുടെ രേഖ എന്ന് പറഞ്ഞിട്ട് കുട്ടി, മലയാളത്തിലെ രേഖ നല്ല ഒന്നാന്തരം ചെറുകഥാകൃത്താണ്. അവരും മറ്റേ ഇപ്പോൾ ഏതോ ഒരു കോളേജിൽ അധ്യാപികയാണ് ഈ പറഞ്ഞ കുട്ടി രേഖ. അങ്ങനെ മലയാള സാഹിത്യം നോവൽ രംഗത്തും ചെറുകഥാ രംഗത്തും ഒക്കെ തന്നെ വനിതകളുടെ സാന്നിധ്യത്താൽ അങ്ങേയറ്റം ശ്രേഷ്ഠമായ ഒരു ഭാഷയായിട്ട് മാറുകയാണ് മലയാള സാഹിത്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കവിതയിൽ പിന്നെ ആദ്യം മുതലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ പഴയ കാലത്തെ പാട്ട് സാഹിത്യം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് പ്രസിദ്ധരായ നമ്മുടെ എഴുത്തച്ഛൻ ചെറുശ്ശേരി, കുഞ്ചൻതമ്പേര് 3 പേര്, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോട്, അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കവികൾ എന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മുടെ P. ഭാസ്കരൻ, പിന്നെ തിരുനെല്ലൂർ കരുണാകരൻ, വയലാർ രാമവർമ്മ, കമ്മ്യൂണിസ്റ്റ് കവികൾ. ഇപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ അവിടെ ചെന്ന് നിൽക്കുന്നത് റഫീഖ് അഹമ്മദിൽ ചെന്ന് നിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ കവിത കുറേ പിന്നെ ഗാനരചയിതാക്കളും ഉണ്ട്. അവരൊന്നും ഞാനിപ്പോൾ പ്രത്യേകം പറയുന്നില്ല, നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ മലയാള സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്നിന്ത്യൻ ഒരേ ഗോത്രത്തിൽ നിന്ന് വരുന്നതാണ്. ദ്രാവിഡ ഗോത്രത്തിൽ നിന്നാണ് കന്നഡയും തെലുങ്കും അതുപോലെ തന്നെ മലയാളവും തമിഴും വരുന്നത്. മലയാളം മറ്റ് ഭാഷകളുടെ ഇളയ സഹോദരിയാണ്. എന്നാൽ പോലും ഈ ഇളയ സഹോദരി മറ്റെല്ലാ ഇതര സാഹിത്യങ്ങളെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത്. അങ്ങനെയാണ് മലയാളത്തിന് ക്ലാസിക് പദവിയും മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വേണമെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ബാല്യകാലസഖി പൊക്കി പിടിച്ചിട്ടോ ഒക്കെ നമുക്ക് മറ്റു ഭാഷയിലെ പുസ്തകങ്ങളൊക്കെ ഗ്രന്ഥകാരന്മാരെ സാഹിത്യകാരന്മാരെയൊക്കെ വെല്ലുവിളിക്കാം. ഇതിനൊപ്പം മൂല്യമുള്ള ഒരു കൃതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. ഒരു പ്രത്യേക തരത്തിൽ നിൽക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ. ഇന്ന്
എം ടി വാസുദേവൻ നായരോളം പൊക്കത്തിൽ നിൽക്കുന്ന ഒരു സാഹിത്യകാരനോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു സിനിമാ സംവിധായകനോ ഒരു നാടകകൃത്തോ ഒരു സരള ഉപന്യാസകാരനോ ഇന്ത്യ രാജ്യത്ത് വേറെയില്ല. എം ടി വാസുദേവൻ നായർ 24-ാമത്തെ വയസ്സിലാണ് നാലുകെട്ട് എഴുതുന്നത്. അതിന് അന്ന് തന്നെ സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ രാഷ്ട്രീയ സാമൂഹിക മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് 16 കെട്ടുകളും 8 കെട്ടുകളും ഒക്കെ തകർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ പിന്നീട് 4 കെട്ടായി. 4 കെട്ടും തകർന്നു വീഴുക. അവിടെയൊക്കെ ഉണ്ടായിരുന്ന അമ്മാമ്മമാർ, മരുമക്കളുടെ ഇതിൽ മറ്റേ പെൺകുട്ടികൾക്കൊന്നും യാതൊരു അവകാശമില്ല. അമ്മാവന്മാരിങ്ങനെ ഉഗ്രപ്രതാപികളായിട്ട് വാഴുന്ന സന്ദർഭത്തിൽ അമ്മാവന് തിന്നാനുള്ള മറ്റേ ഇറച്ചി പൊരിച്ചതും മീൻ പൊരിച്ചതുമൊക്കെ തന്നെ കോണിപ്പടികളിൽ കൂടെ പതുക്കെ പരിചാരകന്മാർ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കോണിമുറിയിൽ അമ്മയുടെ നെഞ്ചത്ത് കിടക്കുന്നൊരു കുട്ടിയുണ്ട്. എം ടി ആണ് ശരിക്ക്, പക്ഷേ അപ്പുണ്ണി എന്നാണ് പേര്. അപ്പു ഇതൊക്കെ കാണുമ്പോഴും ഇതിൻ്റെ മണം കേൾക്കുമ്പോഴേക്കും അമ്മയുടെ നെഞ്ചത്ത് കിടന്ന് പടയുക അങ്ങോട്ട് പോകാൻ. അപ്പോൾ അപ്പുവിനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പറയും, അപ്പു നീ വളർന്നു വലുതാകും, അപ്പം ഇതൊക്കെ നിനക്കൊക്കെ കിട്ടും. ആ അപ്പു പിന്നീട് അതെ അമ്മയും അതെ ആ തറവാട്ടിൽ നിന്ന് നിഷ്കാസിതമായെങ്കിലും സ്വന്തമായി എം ടിയുടേന്ന് ഞാൻ ബ്രാക്കറ്റിൽ പറയുന്നു. അപ്പു അവൻ ജോലി ചെയ്ത് സ്വന്തമായി കാശുണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ നാട്ടിലുണ്ടായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ 4 കെട്ട് തകർന്നു തുടങ്ങിയിരുന്നു. അത് ലേലത്തിന് വെച്ചപ്പോൾ ആ 4 കെട്ട് ഇപ്പറഞ്ഞ മറ്റേ അപ്പുണ്ണി ആ 4 കെട്ട് ലേലം വിളിച്ചിട്ട് താക്കോൽ കൂട്ടവും കയ്യിൽ പിടിച്ചിട്ട് അമ്മയെയും കൊണ്ട് വരികയാണ്. അമ്മയോട് പറയണം, അമ്മേ നമുക്കൊരു സ്ഥലം വരെ പോകണം. അമ്മേനും കൂട്ടി വന്നപ്പോൾ അമ്മ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. പഴയ അമ്മയുടെ വീടിൻ്റെ 4 കെട്ടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അമ്മയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തുകൊണ്ട് ഈ അപ്പുണ്ണി എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായർ പറഞ്ഞു, നടക്കമ്മേ കടക്കൂ, അമ്മയുടെ വീട് തുറക്കൂ ഈ 4 കെട്ട്. അങ്ങനെ നാടകീയമായിട്ട് പോലും അതിമനോഹരമായ മലയാളത്തിലെ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നോവലുകളിലും വെച്ച് ഏറ്റവും നല്ലതെന്നുകൂടി നിരൂപകന്മാർ പലപ്പോഴും വിലയിരുത്തുന്ന ഒരു കൃതിയാണ് എം ടി വാസുദേവൻ നായരുടെ 4 കെട്ട്.